ഹലോ. ലെറ്റർ മാത്ത് അതായത് അക്ഷരഗണിതം എന്ന ഈ യൂണിറ്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് പണി. ഇവിടെ നിങ്ങൾ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ഈ പിക്ചറിൽ നമുക്ക് മാസ്റ്റിക്കുകൾ തന്നിട്ടുണ്ട്, അതായത് തീപ്പെട്ടി കൊള്ളികൾ തന്നിട്ടുണ്ട്. ഇവിടെ തീപ്പെട്ടി കൊള്ളികൾ യൂസ് ചെയ്തിട്ട് എത്ര ട്രയാങ്കിൾസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 4 ട്രയാങ്കിൾസ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര മാസ്റ്റിക്കുകൾ യൂസ് ചെയ്തു? 1, 2, 3 3 അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ട്രയാങ്കിൾസും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര മാച്ച് സ്റ്റിക്കുകൾ യൂസ് ചെയ്തു? ആദ്യത്തേതിന് 3, രണ്ടാമത്തേതിന് 3, ഇതിന് 3 യൂസ് ചെയ്തു, ഇതിന് 3. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12. അതായത് ഇവിടെ 12 മാച്ച് സ്റ്റിക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഈ 4 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെയല്ലാതെ നമുക്ക് മറ്റു രീതിയിലും കണ്ടുകൂടെ? അതായത് ഒരു മാച്ച് സ്റ്റിക്കിന് നമ്മൾ ഒരു ട്രയാങ്കിളിന് വേണ്ടിയിട്ട് നമ്മൾ 3 മാച്ച് സ്റ്റിക്കുകൾ യൂസ് ചെയ്തു. അങ്ങനെ 4 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ കൂടെ 4 into 3 equal to 12 12 മാച്ച് സ്റ്റിക്കുകൾ ഉണ്ടാവും. ഇവിടെ ഈ 4 എന്നത് ട്രയാങ്കിൾസിന്റെ എണ്ണവും 3 എന്നത് മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണമാണല്ലോ. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 ട്രയാങ്കിൾസ് ഇതുപോലെ 10 ട്രയാങ്കിൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര മാച്ച് സ്റ്റിക്ക് യൂസ് ചെയ്യും? 10 into 3 which is equal to 30 30 മാച്ച് സ്റ്റിക്കുകൾ യൂസ് ചെയ്യും. ഇത് നമുക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മാച്ച് സ്റ്റിക്കിന് നമ്മൾ എം എന്നും ഒരു ട്രയാങ്കിളിനെ നമ്മൾ ടി എന്നും പറയുകയാണെങ്കിൽ നമുക്ക് ഈ മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം, ആകെ മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം നമുക്ക് എം എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ എണ്ണം എത്രയാണ്? അത് എത്രയോ ആയിക്കോട്ടെ, ഇത് ടി ആണ്. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാച്ച് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നു. സോ ടി into 3 ആയിരിക്കും അല്ലെ? നമ്മൾ ഇങ്ങനെ സ്പെല്ലിംഗ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് എം is equal to ടി into 3 എന്ന് എഴുതുമ്പോൾ ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ നമ്മൾ ഇടാറില്ല. അതായത് നമ്മൾ നോർമലി എഴുതുന്നത് എം is equal to ടി into 3 T3 ഇങ്ങനെയല്ല എഴുതുന്നത്, ഇങ്ങനെയാണ് 3t എന്നാണ് എഴുതല്. ഇത് രണ്ടും സെയിം സാധനമാണ്, ബട്ട് നമ്മൾ 3t എന്നാണ് എഴുതുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ m is equal to 3t എന്നത് നമ്മുടെ ടോട്ടൽ മാച്ച് സ്റ്റിക്കിന്റെ എണ്ണമാണ് എം. ഇവിടെ ടി എന്ന ട്രയാങ്കിൾസിന്റെ എണ്ണമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു 20 ട്രയാങ്കിൾസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര മാച്ച് സ്റ്റിക്ക് വേണം എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 into 20 ചെയ്താൽ മതി. അതായത് നമുക്ക് 60 മാച്ച് സ്റ്റിക്ക് വേണമെന്ന് കിട്ടും. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 33 മാച്ച് സ്റ്റിക്കുകൾ ഉണ്ട്. ഓക്കെ, 33 മാച്ച് സ്റ്റിക്സ് ഉണ്ട്. അതായത് 33 തീപ്പെട്ടിക്കൊള്ളികളുണ്ട്. ഇങ്ങനെ ഈ 33 തീപ്പെട്ടിക്കൊള്ളികൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും? എന്നറിയാം. നമുക്കറിയാം, നമുക്ക് എന്താ ഒരു കാര്യം നമുക്ക് അറിയുന്നത് എന്താണ്? 33 എന്നത് ഈ മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 into t, അത് 3t ആണ് നമുക്കറിയാം. അതായത് ഇവിടെ ട്രയാങ്കിൾസിന്റെ എണ്ണമാണ് t. നമുക്കിവിടെ കാണാനുള്ളത് ഈ ട്രയാങ്കിൾസ് എത്രയാണ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറ്? ഈ ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് 33നെ 3 കൊണ്ട് ഹരിക്കും. അതായത് t is equal to 33നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 11 അല്ലേ? അതായത് 11 കിട്ടും. അപ്പൊ ഇവിടെ 11 ട്രയാങ്കിൾസ് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഇത് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3t ആണല്ലോ. അപ്പൊ നമുക്ക് ഈ t എന്ന് പറയുന്നത് മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണത്തിനെ 3 കൊണ്ട് ഹരിക്കുന്നതാണ്. അതായത് t എന്ന് പറയുന്നത് മാച്ച് സ്റ്റിക്കുകളുടെ എണ്ണത്തിനെ 3 കൊണ്ട് ഹരിക്കുക. ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഹരിക്കുന്ന ഈ ഒരു ഡിവിഷന്റെ സൈൻ ഇടണോ വേണ്ടയോ? ഡിവിഷന്റെ സൈൻ നമ്മൾ ഇടണം. ഒന്നെങ്കിൽ ഇതുപോലെ എഴുതണം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതണം. പക്ഷേ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ ഈ ഒരു സൈൻ ഉണ്ടല്ലോ, അത് ഇടാറില്ല. അപ്പൊ നമ്മൾ 40 ആണെങ്കിൽ 4 into t എന്ന് എഴുതാം, ബട്ട് അങ്ങനെ എഴുതാതെയാണ് നമ്മൾ പൊതുവെ സാധാരണയായിട്ട് എഴുതുന്നത്. അതായത് 4 ടീകൾ എന്നാണ് എഴുതി വെക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്.
സോ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ വാച്ച് ചെയ്യുക. എന്നിട്ട് ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിക്കേണ്ടി കേട്ടോ. താങ്ക് യു.